ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും മികച്ച സംവിധായകരിൽ ഒരാളാണ് IV ശശി. ഉത്സവം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം തന്റെ സംവിധാന ജീവിതത്തിന് തുടക്കം കുറിച്ചത്. പിന്നീട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലുമായി 150ഓളം സിനിമകൾ അണിയിച്ചൊരുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. രഞ്ജിത്തിന്റെ തിരക്കഥയിൽ അദ്ദേഹം സംവിധാനം ചെയ്ത് 1993 റിലീസായ ചിത്രമായിരുന്നു ദേവാസുരം. മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന ഐക്കോണിക് കഥാപാത്രമായി മോഹൻലാൽ നിറഞ്ഞാടിയ ചിത്രം ആരാധകരുടെ ഫേവറാറ്റിയാണ്. ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് നിർമ്മാതാവ് BVK മേനോൻ. ചിത്രത്തിന്റെ ക്ലൈമാക്സ് ആണ് ആദ്യം ഷൂട്ട് ചെയ്തതെന്ന് മേനോൻ പറഞ്ഞു. മോഹൻലാലും നെപ്പോളിയനും ഉത്സവപ്പറമ്പിൽ ആളുകളുടെ മുന്നിൽ വച്ച് നടത്തുന്ന ഫൈറ്റ് 2 ദിവസം കൊണ്ടാണ് ചിത്രീകരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകളെ കിട്ടുമോ എന്ന് അന്വേഷിച്ചെന്നും ഒടുവിൽ ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് അവിടെ ജനസാഗരം തന്നെ രൂപപ്പെട്ടുവെന്നും BVK മേനോൻ പറഞ്ഞു. അത്രയും വലിയ ക്രൗഡിനെ കൺട്രോൾ ചെയ്യാൻ വെറും 2 പോലീസുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും അത് കണ്ട് തനിക്ക് ടെൻഷനായെന്നും മേനോൻ പറയുകയുണ്ടായി. എന്നാൽ ആ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് മോഹൻലാലും നെപ്പോളിയനും ഫൈറ്റ് ചെയ്തെന്നും IV ശശിയെ ആ പരിസരത്ത് കണ്ടില്ല എന്നും മേനോൻ പറഞ്ഞു. BVK മേനോന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ദേവാസുരത്തിന്റെ ക്ലൈമാക്സ് ഫൈറ്റാണ് ശശിയേട്ടൻ ആദ്യം ഷൂട്ട് ചെയ്തത്. അത് തീർത്താൽ പിന്നെ വലിയ സീനുകൾ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ അവിടെയുള്ള ഒരു അമ്പലത്തിൽ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഉത്സവത്തിന്റെ സീനായതിനാൽ കുറച്ച് നാട്ടുകാരെ കിട്ടുമോ എന്ന് അന്വേഷിച്ചു. വൈകിട്ടാണ് ഷൂട്ടിംഗ് തുടങ്ങിയത്. ആ സമയം എത്തിയപ്പോഴേക്കും അമ്പലത്തിന്റെ ചുറ്റും ജനസാഗരം തന്നെ ഉണ്ടായി. അതിനിടയിൽ വെച്ച് ഷൂട്ട് ചെയ്യുക എന്നത് നടക്കില്ല എന്ന് തോന്നി. ആ ക്രൗഡിനെ കൺട്രോൾ ചെയ്യാൻ ആകെ 2 പോലീസുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഷൂട്ട് ചിലപ്പോൾ മാത്രമേ നടക്കൂ എന്ന് ആലോചിച്ച് എനിക്ക് ടെൻഷനായി. ഞാൻ ആ അമ്പലത്തിന്റെ ഊട്ടുപുരയിലായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഷൂട്ടിങ്ങിന്റെ ശബ്ദം കേട്ടു. നോക്കുമ്പോൾ ആ ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്ന് മോഹൻലാലും നെപ്പോളിയനും കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ആളുകൾ അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ശശിയേട്ടനെ ആ പരിസരത്തെങ്ങും കണ്ടതേയില്ല. ഞാൻ ചുറ്റും നോക്കുമ്പോൾ ഒരു ആൽമരത്തിന്റെ കൊമ്പിലിരുന്ന് അദ്ദേഹം ആ സീനെ ഷൂട്ട് ചെയ്യുന്നതാണ് കണ്ടത്. അത്രമാത്രം ലെജൻഡറിയാണ് അദ്ദേഹം, BVK മേനോൻ പറഞ്ഞു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.